നമ്മൾക്ക് ഭയങ്കര സന്തോഷം നിറഞ്ഞ സ്ഥലത്തോട്ടാട്ടോ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ കയറി ചെല്ലുന്നത്. ഭയങ്കര ആരവാണ് ഇവിടെ എപ്പോൾ വന്നാലും. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചെല്ലാൻ ഇഷ്ടമുള്ളൊരു വീടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇതാണ് കേട്ടോ. ഞാൻ ഇതിന് മുമ്പ് ചെറിയ വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വീടാണ്. എന്ന് വെച്ചാൽ ഭയങ്കര എൻജോയ്മെൻറ്റാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ അമ്മച്ചി ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്മച്ചീനെ കണ്ടത്. പിന്നെ ഇല്ല, എപ്പോൾ ചെന്നാലും കുറേ നേരം കത്തി വെച്ച് സംസാരിക്കുക, പിന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടാകും, പിന്നെ അമ്പാടിനെ കളിയാക്കുക, ഇങ്ങനെ ഇതൊക്കെ തന്നെയാണ് സ്ഥിരം. അപ്പോഴത്തേക്കും ചീട്ടുണ്ട് എന്ന് പറയില്ലേ, എന്നാൽ പിന്നെ ചീട്ട് കളിച്ചേക്കാൻ വേണ്ടി ഇവരെല്ലാം കളിക്കാൻ തുടങ്ങി. ഞാൻ കളിക്കാനൊന്നും കൂടിയില്ല ആദ്യം, പിന്നെ എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് കളിക്കാനൊക്കെ ആയിട്ടെ. പിന്നെ മാമിമാർ രണ്ടും കൂടി ഒന്നും തുറുത്തി പണിയില്ല, കാരണം സേതു നാളെ പോവുകയാണ്. അപ്പോൾ സേതുവിന് വേണ്ടി കുറേ ഡിഷൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മൾ ഓൾറെഡി ഇത് കളിച്ചെല്ലാം കഴിഞ്ഞിട്ട് പോരാമോ എന്നുള്ളൊരു പ്ലാനിലാണ് നിൽക്കുന്നത്. ചോറ് കഴിക്കേണ്ട, കാരണം ഉച്ചയ്ക്ക് നല്ല ഹെവി ആയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് കഴിച്ചുകൊണ്ട് കഴിക്കേണ്ടെന്ന് വിചാരിച്ചിരുന്നതാണ്. പിന്നെ ഈ കഴിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പോകാൻ വേണ്ടി ഞങ്ങളെല്ലാം പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മേനെ കാണുന്നില്ല. അമ്മ എന്തെന്നറിയാൻ വേണ്ടി അകത്തുനിന്ന് നോക്കുമ്പോൾ, വിളിക്കാൻ വേണ്ടിയിട്ട് അകത്തുനിന്ന് നോക്കുമ്പോഴത്തേക്കും അടുക്കളയിൽ പുതിയൊരു ഫ്രിഡ്ജ് വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ നിന്നിട്ട് നൈസായിട്ട് അങ്ങ് തട്ടുക, ചോറൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ചിന്നു ഇതാ ചോറ്, അമ്മ ഒറ്റയ്ക്ക് ചോറ് തിന്നുന്നുണ്ടോ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വെള്ളം വെച്ചു. ഇതുങ്ങളെല്ലാം കൂടി ഓടി അകത്ത് വന്നേ. അങ്ങനെ പിന്നെ അപ്പോൾ ഒരാൾ കഴിക്കണ്ട, പിന്നെ എല്ലാവർക്കും കഴിക്കണമല്ലോ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് ഇവരാണ് അണിയറയിൽ നിന്ന് ചോറ് നമുക്ക് രഹസ്യമായി കൊടുത്ത ആൾക്കാർ കേട്ടോ. അത് പറയാം, ഞങ്ങൾക്ക് ചോറ് വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾക്ക് തരാഞ്ഞത്. അപ്പോൾ കുറേ നേരം കഴിക്കുന്നു പറഞ്ഞപ്പോൾ അമ്മക്ക് വിഷമം തോന്നി. അങ്ങനെയാണ് അമ്മ കഴിച്ചത്. ഞങ്ങൾക്ക് ഓൾറെഡി വേണ്ടായിരുന്നു ചോറ്, പക്ഷേ ഒരാൾ കഴിക്കുന്ന കാണുമ്പോൾ എങ്ങനെയല്ലേ. അപ്പോൾ പിന്നെ അമ്മ എല്ലാവർക്കും അങ്ങോട്ട് വാരി കൊടുക്കാൻ തുടങ്ങി. അതായത് ആ ഒരു എന്താ പറയുക, സ്റ്റേജ് അനുസരിച്ച് അതിനെന്ത് പറയുമല്ല, അത് ഞാൻ മറന്നുപോയി. അങ്ങനെ ആ ഒരു കോളനുസരിച്ച് ചിന്നുവിനെ, എനിക്ക്, കണ്ണന്, ശങ്കുവിന് അങ്ങനെ വാരി കൊടുക്കാൻ പിള്ളേരോട് വെച്ചാൽ അവൻ പിള്ളേർക്കൊന്നും വേണ്ട. അപ്പോൾ വാരി കൊടുക്കുന്ന ആ ഒരു സന്തോഷം ആരൊക്കെ കണ്ടപ്പോഴത്തേക്കും നമ്മുടെ സീത ആൻറ്റി എനിക്ക് ഒരു വീട് ചോറ് വേണം എന്ന് പറഞ്ഞു. അങ്ങനെ സീതക്കും കൊടുത്തു കേട്ടോ. ഇത് ബാക്കിയുള്ളവർക്കൊന്നും വേണ്ട, ബാക്കിയുള്ളവങ്ങളൊന്നും ഓൾറെഡി ചോറ് വയ്ക്കില്ല, ഇരിപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ, നിങ്ങളൊന്നും ചോറ് വയ്ക്കുന്ന കൊടുത്തിട്ടുള്ളതല്ല. കണ്ടില്ലേ എന്താ അവസ്ഥ. അപ്പോൾ ഭയങ്കര കളി ചിരി മാത്രമേ ഉള്ളൂ, ഭക്ഷണമൊന്നും നമുക്ക് അങ്ങനെ പോയില്ല. ഇവള് മാത്രം പറഞ്ഞു ഒരു വീട് ചോറ് വേണം, കാരണം നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ വേറൊരാൾ കഴിക്കണമെന്ന് നമുക്ക് എപ്പോഴും കഴിക്കാൻ തോന്നുമല്ലോ. ഇത് ആദ്യ കുട്ടീനെ അപ്പുറത്തെ വീട്ടിലാണ് കേട്ടോ. അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. അതുങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ബാക്കി പിള്ളേരെല്ലാം പോയതാണേ. പിന്നെ യാത്രയെല്ലാം പറഞ്ഞ് ഞങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള കുറച്ച് കക്കാർച്ചി മീൻ, ഇവിടെ ഒരു എപ്പോഴും അങ്ങനെ കക്കാർച്ചി മീൻ, ചെമ്മീൻ എന്തെങ്കിലുമൊക്കെ കൈ നിറച്ച് തന്നേ വിടത്തുള്ളൂ ഇവർ മാമന്മാരുണ്ടായിരുന്നു കളി കേട്ടോ. പിന്നെ നമ്മൾ ഈ കാണുന്ന സീനിൽ ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോകുന്നതാണ്. അമ്മ ചെന്നിട്ട് മാമന്മാരോട് പോവുകയാണെന്നൊക്കെ പറഞ്ഞ് അവരോടും ടാറ്റ ബൈ ഒക്കെ പറഞ്ഞു. പിന്നെ ചെറിയ മഴയുണ്ടായിരുന്നു കേട്ടോ, അതാണ് ആ ഗ്ലാസ്സിൽ ഫുള്ള് വെള്ളം കാണുന്നത്. ചെറുതല്ല, അത്യാവശ്യം ചെറിയൊരു മഴ ഉണ്ടായിരുന്നു എന്ന് പറയാം. അപ്പോൾ പിന്നെ ഇടിവെട്ട് മിന്നലൊന്നും അധികം കനക്കാതെ തന്നെ നമ്മൾ അവിടെ നിന്ന് പോരുവാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.